ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഞായറാഴ്ച മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി ചർച്ചയിൽ 3 ഘടകങ്ങളാണ് നിരീക്ഷകർ പരിശോധിച്ചത്. MLA-മാരുടെ പിന്തുണ ഒന്നാമത്, 2 ഘടകകക്ഷികളുടെ നിലപാട്, ജനവികാരം എന്നിവ നിർണായകമായി പരിഗണിക്കപ്പെടുന്നു. വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഞായറാഴ്ചയോടുകൂടി പ്രഖ്യാപനം, ആശയക്കുഴപ്പം പരിഹരിക്കപ്പെടും, ആരുടെ പേരിനായിരിക്കും മുൻതൂക്കം, എന്തൊക്കെ ഘടകങ്ങൾ ഹൈക്കമാൻഡ് പരിശോധിക്കാനാണ് സാധ്യത? പ്രതീക്ഷ പ്രധാനമായും കേരളത്തിലെത്തിയ നിരീക്ഷകർ കണക്കിലെടുത്തത് 3 ഘടകങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുജന വികാരം, MLA-മാരുടെ നിലപാട്, അതോടൊപ്പം തന്നെ സഖ്യകക്ഷികളുടെ നിലപാട്. ഈ 3 ഘടകങ്ങളും പരിശോധിച്ച ശേഷമാണ് ഒരു അന്തിമ റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കമാൻഡിന് ഈ നിരീക്ഷകർ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും നേതാക്കൾ, അതായത് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നീ നേതാക്കളെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി ചർച്ച നടത്താനാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി VD സതീശൻ ഇന്ന് രാത്രിയോട് കൂടി ഡൽഹിയിലെത്തും. ഒപ്പം തന്നെ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല ഇന്ന് രാത്രിയോട് കൂടി ഡൽഹിയിലെത്തും. അതോടൊപ്പം തന്നെ VD സതീശൻ നാളെ രാവിലെയും, അതോടൊപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് രാത്രിയോടെയും ഡൽഹിയിലെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡിന് മുൻപിൽ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാവുക. അതിനിടയിൽ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന പേരുകളുള്ള നേതാക്കൾ ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തും. തങ്ങളുടെ ക്ലെയിമുകൾ അവസാന വട്ടം ഒരിക്കൽ കൂടി ദേശീയ നേതൃത്വത്തിന് മുൻപിൽ വെക്കാനുള്ള അവസരമാണത്. ആ ഒരു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഫ്ലക്സ് കോഡ് കേരളത്തിന് പുറത്തും ശക്തമാവുകയാണ്. ഇന്നിപ്പോൾ KC വേണുഗോപാലിനെതിരായ ഒരു ഫ്ലക്സ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിക്ക് മുൻപിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രി ചർച്ച നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളുമായി ചർച്ച നടത്തി എത്രയും പെട്ടെന്ന് സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം താല്പര്യപ്പെടുന്നത്. പ്രജീഷ്. ശ്രീ വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ വലിയ രീതിയിൽ തലപുകഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഹൈക്കമാൻഡ് എന്നുള്ളതാണ്. അവിടെയാണ് ആരുടെ പേരിലേക്ക് എത്തുമെന്ന കൺഫ്യൂഷൻ ഉണ്ട്. തുടങ്ങിയ വിഷയങ്ങൾ നമുക്ക് പരിശോധിക്കണം. N ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ ചേരുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകരായ മോഹൻ വർഗീസ്, ഒപ്പം ജോർജ് പൊടിപാറ എന്നിവർ തത്സമയം നമ്മോടൊപ്പം ഈ പാനലിൽ ചേരുകയാണ്. ശ്രീ N ശ്രീകുമാർ, ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു, മണിക്കൂറുകൾ, ഉദ്യോഗത്തിന്റെ നിമിഷങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മൾ ഈ നേരത്തെ വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്ന് വിവരിച്ചതുപോലെ തന്നെ ഹൈക്കമാൻഡിന് പരിഗണിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു കേട്ടത്. അതായത് MLA-മാരുടെ പിന്തുണ നോക്കുകയാണെങ്കിൽ ആ പിന്തുണയിൽ VDക്ക് അനുകൂലമായ ഒരു ഘടകം അവിടെ ഉരുത്തിരിയുന്നുണ്ട്. മറ്റൊന്ന് ജനവികാരം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് പ്രഥമ പരിഗണനയായിരിക്കും ഹൈക്കമാൻഡിന് കാണേണ്ടി വരിക? അങ്ങനെയെങ്കിൽ ആരുടെ പേരിലേക്ക് എത്താനുള്ള സാധ്യതയാണ് അങ്ങ് കാണുന്നത്? നമുക്ക് പ്രതീക്ഷയെ ജനവികാരം മനസ്സിലായിട്ടുണ്ട് ഹൈക്കമാൻഡിന്. കാരണം എന്താ വെച്ചാൽ UDF അധികാരത്തിലെത്തിയതോടെ ഇനി ആ ജനവികാരം ഉൾക്കൊണ്ട് ആര് ഭരിക്കണം, ആര് നയിക്കണം എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിന് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ആദ്യഘട്ടം പൂർത്തിയായി. സമയമൊന്നും വൈകിട്ടില്ല. ഇനിയുണ്ട് 21 തീയതിക്ക് മുമ്പ് ഒരു തീരുമാനം എടുത്താൽ മതി. പക്ഷേ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് വ്യക്തമായി അറിയാമെന്നാണ് എനിക്ക് കിട്ടിയ സൂചന. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വൈകല്യം ഇതുണ്ടായിട്ടില്ല. കാരണം വൈകി എന്ന് നമുക്ക് തോന്നാൻ കാരണം കോൺഗ്രസിന്റെ സാധാരണഗതിയിലുള്ള ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പൊക്കെ സാധാരണ വൈകാറുണ്ട്. അപ്പൊ അത് നമ്മുടെ മനസ്സിന്റെ അടുത്തിട്ട് കിടപ്പുണ്ട്. അത് വെച്ചിട്ടായിരിക്കും വൈകി എന്ന് പറയുന്നത്. കാരണം 4-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 5-ാം തീയതി അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ അവരുടെ നന്ദി പ്രകടനം, 6-ാം തീയതി അവർ തിരുവനന്തപുരത്ത് പോയി. ഇന്നലെ അതിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി. അതായത് MLA-മാരുടെ അഭിപ്രായം അറിഞ്ഞു, ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായം അറിഞ്ഞു. വൈകുന്നേരം അവർ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പോവുകയും ചെയ്തു. അപ്പൊ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ഇനിയിപ്പം നാളെ നാളെയോ മറ്റന്നാളോ ഡൽഹിയില് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ കണ്ട് ഈ വിവരമൊക്കെ ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കും. അതുവരെ ഇതൊക്കെ നമ്മളുടെ മാധ്യമങ്ങൾക്കുള്ളിൽ അതൊക്കെ ചർച്ചയാകും എന്നുള്ളത് കൊണ്ട് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇത് വൈകി എന്ന് നമുക്ക് പറയാനാവില്ല. പക്ഷെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാല് ഇതൊരു ഫേസ്ബുക്ക്, സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ തെരുവിലേക്ക് വരെ ഇപ്പം ഇതിന്റെ അലവലി വന്നിട്ടുണ്ട്. ഇന്നലെ വരെ അത് മറ്റേ എന്താണ് പറയാ, ഈ ഒരു നമ്മുടെ റോഡുകളിലേക്കൊന്നും എത്തിയിട്ട് മുദ്രാവാക്യം വിളി ഉണ്ടായിരുന്നില്ല മിനിങ്ങാന്ന് വരെ. പക്ഷെ ഇന്നലെ അത് കണ്ടു. ഇതൊന്നും നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നൊന്നും നമ്മൾ പറയുന്നത് ശരിയല്ല. പക്ഷെ അതൊരു വികാരത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ വരുന്നതാണ്. അതൊക്കെ നടക്കട്ടെ, ഒരു ഭാഗത്ത് നടക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് ആ രീതിയിൽ പൊക്കോളും.
അതുപോലെ ഇപ്പൊ KPCC ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് കേട്ടു, വളരെ കർശനമായിട്ട് ഇതൊക്കെ നിയന്ത്രിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ KPCC ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, ഈ സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസ് നേതാക്കൾ ഇടുന്ന ചില പോസ്റ്റുകളൊക്കെ ഉണ്ട്, അവരുടെ അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളെ, മറ്റേ കോൺഗ്രസിന്റെ ഭാരവാഹികളെ, യൂത്ത് കോൺഗ്രസ് KSU ഭാരവാഹികളൊക്കെ ചില മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടേതായ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ ആ ചങ്കാണ് മുത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ ആദ്യം നിയന്ത്രിക്കണം. കാരണം ഈ പുറത്ത് മുദ്രാവാക്യം നിയന്ത്രിക്കേണ്ട ആളുകൾ തന്നെയാണ് ഈ പോരിന്റെ ഭാഗമായി നിൽക്കുന്നത്. അപ്പോൾ എന്താണ്, കാര്യങ്ങൾ കൈവിട്ട് പോകാൻ പാടില്ല. ഇവിടെ ഒരു ജനവികാരമുണ്ട്, ഒരു മാൻഡേറ്റ് ഉണ്ട്, ഒരു നാച്ചുറൽ ചോയ്സ് ഉണ്ട്. ആ നാച്ചുറൽ ചോയ്സ് നിലനിൽക്കട്ടെ. ഞാൻ പരിണതപ്രജ്ഞനായ കോൺഗ്രസിന്റെ ഒരു നേതാവാണ്, സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. എനിക്ക് ഒരുപാട് ചുമതലകൾ ദേശീയ തലത്തിൽ നിർവഹിക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടുകൂടി ഈ പരിക്കേൽക്കാൻ സാധ്യതയുള്ള, കാരണം ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, 2 തെരഞ്ഞെടുപ്പുകളിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോകേണ്ടതില്ല എന്ന് വളരെ സ്വാഭാവികമായ നീതിയുക്തമായ ഒരു നിലപാടെടുക്കേണ്ട ആൾ KC ആണ്. ആ KC അങ്ങനെയെങ്കിൽ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പിന്മാറാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ട്? അല്ല, പിന്മാറുക എന്ന് വെച്ചാൽ മുന്നോട്ട് വന്നാലല്ലേ പിന്മാറേണ്ട കാര്യമുള്ളൂ. അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന്. അത് ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ നിശ്ചയിച്ചത്? നമ്മളൊക്കെ തന്നെയാണ്. അതായത് ഒന്നാമത്തെ ആൾ ഇന്നയാളെ, രണ്ടാമത്തെ ഇന്നയാളെ, മൂന്നാമത്തെ ആ 3 അവസാനിപ്പിച്ചു. 4ലേക്കും കൂടെ എത്താൻ വേണമെങ്കിൽ നമുക്ക് K. മുരളീധരന്റെ പേരുടെ പറഞ്ഞ 4 ആകാം. അംഗം കോൺഗ്രസ് നേതാക്കളും എന്താണ് പറഞ്ഞത്? KC അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. പക്ഷേ അദ്ദേഹത്തിന് പറയാമല്ലോ, ഈ മാധ്യമങ്ങൾ പടച്ചുവിടുന്നത് മൊത്തവും അങ്ങേയറ്റത്തെ മോശം വാർത്തകളാണ്. എന്നെ കരുവാക്കുന്നത് എന്തിനാണ്? എൻ്റെ പേരെന്തിനാണ് നിങ്ങൾ വലിച്ച് ഇഴയ്ക്കുന്നത്? ഒരു പത്രസമ്മേളനം പോയിട്ട് ഒരു ബൈറ്റ് ഡൽഹിയിൽ നൽകാൻ വലിയ താമസമൊന്നുമില്ല. അദ്ദേഹം ഉള്ള സ്ഥലത്തേക്ക് മാധ്യമ പ്രവർത്തകർ ചെല്ലും. ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യമാണല്ലോ ഉള്ളത്. അപ്പോൾ KCക്ക് താല്പര്യമുണ്ട്, KC പല നിലങ്ങളും ഒരുക്കുന്നുണ്ട്. അതായത് നോക്കൂ പ്രതീക്ഷ, ഈ ഒരു ചോദ്യത്തിന് നല്ല പ്രസക്തമായ ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, 2-3 മാസം മുമ്പ് മാതൃഭൂമി പത്രത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞാണ്, ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞതാണ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നും മത്സരിക്കുന്നില്ല എന്ന്. ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലും അദ്ദേഹം ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ കഴിഞ്ഞ വർഷവും 2 മാസവും ഒക്കെ പറയേണ്ടി വരുന്ന ഗതികേടാണ്. അതിനൊക്കെ എത്രയോ കാര്യങ്ങൾ അങ്ങനെ കോൺഗ്രസിൽ ജനവികാരം മാനിച്ചുകൊണ്ട് മോശകരമായിട്ടുള്ള അങ്ങേയറ്റം മലീമസമായ രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോകുമ്പോൾ പറയേണ്ടത് ആരാണ്? ആ വ്യക്തിയാണ് പറയേണ്ടത്. അപ്പോൾ ഈ അങ്ങീ പറയുന്ന 2 മാസത്തെയും 1 വർഷത്തേക്ക് ആ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വല്ലാത്തൊരു ദയനീയത എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. അതല്ല ഞാൻ പറഞ്ഞിരുന്ന അതല്ല. അതായത് ഇതൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്താ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്, നോക്കൂ പ്രതീക്ഷ, അത് സാധ്യതകളുടെ ഒരു കാലമല്ലേ. കല എന്നൊക്കെ പറയാതെ വേറെ വിഷയം. രാഷ്ട്രീയം എന്ന് പറയുന്നതാണ് പല സാധ്യതകൾ വരാൻ രാഷ്ട്രീയത്തില്. അപ്പൊ സാധ്യത എന്ന് പറയുന്നത് ഏതൊരു രാഷ്ട്രീയ നേതാവും ഉറ്റുനോക്കുന്ന കാര്യമാണ്. അപ്പൊ അതില് വേണു അങ്ങനെ ഒരു രാഷ്ട്രീയ സാധ്യതയിലേക്ക് ഉറ്റുനോക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉറ്റുനോക്കുന്നതെന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയത്തിൽ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതാണ് നല്ല രാഷ്ട്രീയക്കാർ, അതിലൊന്നും സംശയമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങളെ വ്യക്തമാക്കിയോ, നിങ്ങളെ മനസ്സിലാക്കിക്കൊള്ളൂ, കേരളത്തിൽ 63 കോൺഗ്രസ് MLA-മാരുണ്ട്. ഈ MLA-മാരില് ഒരാൾ ഒന്നാമനാകും, ഒരാള് അതിന്റെ പിന്നാലെ രണ്ടാമനാകും. അപ്പൊ ഈ ഒന്നാമനും രണ്ടാമനും തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ച ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നം പെട്ടെന്ന് പരിഹൃതമാകും. അപ്പൊ നമ്മൾ വെറുതെ, ഞാൻ ഈ ഒരു ചർച്ചയിൽ ഞാൻ KC വേണുഗോപാലിനെ വലിച്ചഴിച്ച് കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം ചർച്ചയിൽ അദ്ദേഹം ഒരു വ്യക്തിത്വമായി മാറിയത് കൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടി വരുന്നു മാത്രം. ഇന്നലെ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഡൽഹിക്ക് പോയി, അവരെല്ലാവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചു, അതിന്റെ ലിസ്റ്റുമായിട്ട് അവർ പോയിട്ടുണ്ട്. അപ്പൊ ആ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി പെട്ടെന്നുണ്ടാകും. കാരണം ഇതിൽ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധി കേരളത്തിലെടുക്കുന്ന നിലപാട് നിർണായകമാണ്. അത് വളരെ നിർണായകം. നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ നിർണായകമല്ല ഞാൻ ഈ പറഞ്ഞത്. സോണിയാഗാന്ധി എന്ന് വെച്ചാല് കേരളത്തിലെ അവർക്ക് ഒരുപാട് 3-4 നേതാക്കളുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അതിൽ 2 നേതാക്കളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പൊ ഈ 2 നേതാക്കളോട് കൃത്യമായ അവർ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഒരു പൊതുവികാരം എന്താണെന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പൊ പാർട്ടിയുടെ നിലപാട് വരും, UDF-ന്റെ നിലപാട് വരും, AICC-യുടെ നിലപാട് വരും. ഞാൻ പറഞ്ഞ 1-2 വ്യക്തികളുടെ നിരീക്ഷണം അവര് സോണിയാഗാന്ധിയുടെ മുമ്പിലെത്തും. അതിനുശേഷം കോൺഗ്രസ് പ്രസിഡന്റ് ഒരു തീരുമാനമെടുത്ത് അറിയിക്കും. അത് വൈകലൊന്നും ആയിട്ട് ഇല്ല. കാരണം നോക്കൂ, അങ്ങനെ തരാതരം നേതാക്കന്മാർ നിലമൊരുക്കാൻ വേണ്ടിയുള്ള കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിലെന്താണ്, ഈ വരുന്ന നിരീക്ഷകർ പോലും ഈ പറയുന്ന പ്രധാനപ്പെട്ട പേരിന്റെ പരിഗണനക്കാരനായിട്ടുള്ള
കേസിക്ക് വേണ്ടി നീക്കങ്ങൾ നടത്തുന്നോ എന്ന സംശയങ്ങളൊക്കെ പല കോണിൽ നിന്ന് ഉയരുകയാണ്. നോക്കൂ, ഇന്നത്തെ ഈ അഭിപ്രായ നിലപാട് അറിയിക്കൽ ആ പട്ടിക രഹസ്യാത്മകമാണ്. ആ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് പല സംശയങ്ങളും വരികയാണ്. അവിടെ ഉദുമ MLA നീലകണ്ഠൻ അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നു ഇന്ന് AICCക്ക്. മുഗൾ വാസ്നിക്കിന് അങ്ങനെയൊന്നും അബദ്ധം പറ്റാൻ സാധ്യതയുള്ള ഒരാളല്ല. വളരെ ഗൗരവമേറിയൊരു വിഷയത്തിൽ ആ പേപ്പർ ദേശീയ പത്രം അതിൻ്റെ ഫോട്ടോഗ്രാഫർ എടുക്കുന്നു. അങ്ങനെ പല സംശയങ്ങൾക്കും പല രീതിയിൽ പല ചരടുവലികൾ നടക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ്. അവിടെ ഈ പൊതുജന വികാരം അത് അവഗണിച്ചുകൊണ്ട് ഹൈക്കമാൻഡിന് ഒരാളെ കെട്ടിയിറക്കേണ്ട ഗതികേടിലേക്ക് പോകേണ്ടി വരുമോ? എന്തായിരിക്കാം ഹൈക്കമാൻഡിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രയോറിറ്റി എന്തായിരിക്കാമെന്നാണ് അങ്ങ് കണക്കാക്കുന്നത്? പ്രതീക്ഷ ഇതൊന്നും യാദൃശികമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഇത്രയേറെ നിർണായകമായി ഇത്രയേറെ രാജ്യം ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും കണ്ണിമേ ചുമ്മാതെ ഇമചുമ്മാതെ ഇങ്ങനെ ഇതിന്റെ ഒരു ഫലം എന്താകും, ആര് മുഖ്യമന്ത്രി ആകുമെന്ന് കാത്തിരിക്കുന്ന ഒരു ഘട്ടത്തില് വളരെ നിർണായകമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ കേരളത്തിലേക്ക് എത്തി MLA-മാരുടെ അഭിപ്രായം ആരാഞ്ഞ് ആരെയാണ് അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു പട്ടിക തയ്യാറാക്കി അതിലെ പ്രധാനപ്പെട്ട നിരീക്ഷകന്റെ കയ്യിലുള്ള കോപ്പിയില് ഒരു ഭാഗം ഒരു ദേശീയ ദിനപത്രത്തിന് ഇന്നലെ ആണ് അതുകൊണ്ട് അതെടുത്തത്. അതുകൊണ്ട് അദ്ദേഹം അത് ഇന്നത്തെ പത്രത്തിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വന്ന കൂട്ടത്തില് ഏറ്റവും ആദ്യം കാസർഗോഡ് നിന്ന് മുതലുള്ള MLA-മാരുടെ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തോന്നുന്നു. അതിന്റെ ആ ഒരു ഓർഡർ നോക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് വന്ന അത് കാസർഗോഡും അതുപോലെ തന്നെ മഞ്ചേശ്വരവും 2 ലീഗ് MLA-മാരാന്നുള്ള നിലയ്ക്ക് അവിടെ നിന്നുള്ള 2 MLA-മാരാണുള്ളത്. ഒന്ന് ഈ ഉദുമ MLA നീലകണ്ഠനും, മറ്റൊന്ന് തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യരുമാണ്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് നെയിം ഈ ഉദുമ MLA നീലകണ്ഠന്റേതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട ആ കോളത്തിൽ ബ്ലാങ്കാണ് കാണിച്ചിരിക്കുന്നത്. അതിന് താഴത്തേക്ക് തുടർച്ചയായിട്ട് കണ്ണൂരിലെ അടക്കം കുറെ നേതാക്കളുടെ, അതായത് സന്ദീപ് വാര്യരുടെ കോളത്തില് കേസിന്ന് കാണുന്നുണ്ട്, സണ്ണി ജോസഫിന്റെ കോളത്തിലുണ്ട്, സജീവ് ജോസഫിന്റെ കോളത്തിലുണ്ട്, കണ്ണൂർ MLA-യുടെ കോളത്തിലുണ്ട്. അങ്ങനെ ബാക്കിയുള്ള 7ഓളം പേരുടെ കൃത്യമായിട്ടുള്ള ചിത്രം കാണുന്നുണ്ട്. അതിന് താഴേക്കുള്ളത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോ എന്തുകൊണ്ട് നീലകണ്ഠന്റെ മാത്രം ആ അഭിപ്രായം അതിൽ രേഖപ്പെടുത്താതെ പോയി? ബോധപൂർവമാണോ, അതോ ഇനിയിപ്പോ ഒരാളുടെ മാത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രമുള്ള പിന്തുണ രേഖപ്പെടുത്തിയാൽ മതി എന്ന് വല്ല തീരുമാനമുണ്ടോ? നമുക്ക് അറിഞ്ഞൂടെ. ഏതായാലും കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തേണ്ടതല്ലേ? അപ്പോ അതിനകത്ത് എന്തോ ഒരു, അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നുള്ള കക്ഷിയുടെ 2 പേരെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോ വയനാട്ടിലെ സുൽത്താൻ ബത്തേരി എന്നുള്ള അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് ഒരുപക്ഷെ അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിന്റെ നേതാവാണ്, ലീഡറാണെന്നൊക്കെയാണ് കേട്ടിരുന്നത്. പക്ഷെ അദ്ദേഹം 2 പേരുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നീലകണ്ഠന്റെ അദ്ദേഹം പറഞ്ഞത്? ഞാൻ ഉറപ്പായിട്ടും അദ്ദേഹം ഇന്നലെ പ്രതിപക്ഷ നേതാവായിട്ട് സംസാരിച്ചു എന്നൊക്കെ ചാനലുമായിട്ട് ഉള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ താല്പര്യം എന്തായിരുന്നെന്നും അദ്ദേഹം ആരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നതെന്നും നമുക്ക് ഏറെ ഊഹിക്കാൻ വിഷമമില്ല. അവിടെ ശ്രീ ജോലി അങ്ങൊരു വർഷങ്ങളോളം പതിറ്റാണ്ടുകളുടെ മാധ്യമപ്രവർത്തനം നടത്തിയ വ്യക്തിയാണ്. എത്രയോ ഈ തെരഞ്ഞെടുപ്പിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഉൾപ്പിരിവുകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആളെന്ന നിലയിൽ ചോദിക്കുകയാണ്. ഇത് അസാധാരണ സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു അസാധാരണ തീരുമാനം ഹൈക്കമാൻഡിന് എടുക്കേണ്ടി വരുമോ? അതല്ല ഒരു നാച്ചുറൽ ചോയ്സ്, സ്വാഭാവികമായ ഒരു ചോയ്സ് ഇവിടെ നിലനിൽക്കെ അത് ഉൾക്കൊണ്ടുകൊണ്ട് പോവുക? നോക്കൂ, ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമവായത്തിനായി വയ്ക്കുന്നു എന്നൊക്കെ ചർച്ചകളിലേക്ക് കേരളം അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയം കേൾക്കേണ്ടി വരികയാണ്. അത് ആദ്യത്തെ സംഭവമൊന്നുമല്ല എങ്കിലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഹൈക്കമാൻഡിന് മുന്നിൽ വല്ലാത്തൊരു തലപുകച്ചിലേക്ക്, വല്ലാത്തൊരു ചലഞ്ചായി ഈ വിഷയം മാറുന്നുണ്ട്. അതല്ല സംസ്ഥാനത്തെ താല്പര്യങ്ങൾ, ഘടകകക്ഷികളുടെ താല്പര്യങ്ങൾ. പക്ഷെ എന്താണ്, KCക്ക് അവിടെ ക്ലെയിം ഇല്ല എന്ന് പറയാൻ കഴിയില്ല. എന്താണ്, പാർലമെന്ററി പാർട്ടി, അതിൽ ഭൂരിഭാഗം ആളുകളും ആ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെല്ലാം ഒരു പേര് പറയുകയാണ്. അപ്പോൾ അതും ഉൾക്കൊള്ളേണ്ടതല്ലേ? അത് KCക്ക് ഒരുപക്ഷെ അത് മാറി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വയം പിന്മാറുമോ എന്നൊക്കെ ചോദ്യം വരുമ്പോഴും ഇതൊരു പ്രധാന ഘടകമായി മാറുന്നുമുണ്ട്. എന്തായിരിക്കാം ഹൈക്കമാൻഡിനുള്ള വഴി? വളരെ കൃത്യമായിട്ട് തന്നെ പറയാം. KCക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള, വളരെ ഏറ്റവും അഡ്വാൻറ്റേജ് ആകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 63 കോൺഗ്രസ് MLA-മാരിൽ ഏറ്റവും കൂടുതൽ പേരുടെ പിന്തുണ അദ്ദേഹത്തിനാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു ഹൈക്കമാൻഡിനെ അവഗണിക്കാൻ പറ്റാത്ത ഘടകമാണ്. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് നിയമസഭാ അംഗങ്ങളാണ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടത്. അതാണ് അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള, സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമം അങ്ങനെയാണ്.
ഇവിടെ അദ്ദേഹത്തിന് ആണ് ഏറ്റവും കൂടുതൽ നിയമസഭാംഗങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോ വ്യക്തമായിട്ടുണ്ട്. പക്ഷെ VD സതീശൻ ക്യാമ്പ് പറയുന്നത് 30-ലേറെ പേര് ഞങ്ങളുടെ കൂടെ, 35ഓളം പേര് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 23 പേരോളം തനിക്ക് അനുകൂലമായി പറഞ്ഞിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തലയും പറയുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ KC വേണുഗോപാലിന് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല, ഭൂരിപക്ഷം MLA-മാരുടെ. പക്ഷെ ഇതുവരെ മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വന്ന വാർത്ത അനുസരിച്ച് അദ്ദേഹത്തിന് 40-ലധികം MLA-മാരുടെ പിന്തുണ, അത് അദ്ദേഹത്തിന് ഒരു ശക്തമായ ക്ലെയിം തന്നെയാണ്. പക്ഷെ അവിടെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അദ്ദേഹത്തിന് ഏറ്റവും എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നൊരു ഘടകം, ഒന്ന്, അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുള്ള ഒരാളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ദിശയിൽ നോക്കുമ്പോൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 2 പേർ, വളരെ ശക്തരായ 2 പേര്, രമേശ് ചെന്നിത്തലയും VD സതീശനും അവിടെ തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ പരിഗണിക്കപ്പെടുന്ന ഉണ്ടെന്നുള്ള ഒരു വസ്തുതയാണല്ലോ. അപ്പൊ നിയമസഭയിൽ ഇല്ലാത്ത ഒരാളുടെ പേരിന് മുൻതൂക്കം കിട്ടുന്നത് ഹൈക്കമാൻഡിന് ഒരു ഘടകം മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ. മറ്റൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ, ഘടകകക്ഷികളെല്ലാം, അതായത് UDF എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മുന്നണിയാണല്ലോ, ആ രാഷ്ട്രീയ മുന്നണിയുടെ മുഖ്യമന്ത്രിയാണ് വരുന്നത്. കോൺഗ്രസിന്റെ മാത്രം മുഖ്യമന്ത്രിയല്ല, ആ UDF-ന്റെ മുഖ്യമന്ത്രിയായിട്ടാണ് ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾ വരേണ്ടത്. അപ്പൊ അതിലെ ഘടകകക്ഷികളെ ഏതാണ്ട് എല്ലാവരും തന്നെ, പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള ലീഗും അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ 2ാമത് കൂടുതൽ സീറ്റുള്ള ജോസഫ് ഗ്രൂപ്പൊക്കെ വളരെ വ്യക്തമായി തന്നെ ഈ ജനഹിതം അംഗീകരിക്കണമെന്നും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങളെ വലിച്ചെത്തിക്കരുത് എന്നുമുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 2 പോയിന്റ്, ഒന്ന് ജനഹിതം, 2 അനാവശ്യമായ 2 ഉപതെരഞ്ഞെടുപ്പുകൾ, ഇത് രണ്ടും ഒഴിവാക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഇവരിലേക്ക് കാര്യങ്ങൾ ചുരുക്കണമെന്നാണ് പറയുന്നത്. മാത്രമല്ല, അവരുടെ ആരുടെയും, ഈ ഘടകകക്ഷികളുടെ ആരുടെയും പരിഗണനയിൽ നിയമസഭാംഗമല്ലാത്ത KC വേണുഗോപാൽ വരുന്നില്ല. അപ്പൊ ഇതും ഹൈക്കമാൻഡിനെ അവഗണിക്കാൻ കഴിയുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും ഇതും പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. എന്നും UDF-നോട് ഒപ്പം നിൽക്കുന്ന, ഒരു പരിധിവരെ UDF എന്ന മുന്നണി ഇന്ന് ഈ കാണുന്ന കോലത്തിൽ നിൽക്കാൻ പോലും കാരണക്കാരായ ഈ മുസ്ലിം ലീഗിന്റെ ഒക്കെ ഒരു അഭിപ്രായത്തെ പാടെ അവഗണിക്കാൻ ഹൈക്കമാൻഡിന് കഴിയില്ല. മാത്രമല്ല, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മത്സരിക്കുന്ന വയനാട്ടിൽ പോലും മുസ്ലിം ലീഗിന്റെ പിന്തുണ വളരെ നിർണായകമാണ്. അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾ, അവരെന്നും പാറ പോലെ ഉറച്ചു നിൽക്കുന്ന, കോൺഗ്രസിനേക്കാൾ ശക്തമായിട്ട് കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി പ്രചരണം നയിക്കുന്ന, വോട്ട് നൽകുന്ന, അവരുടെ വിജയത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരെ ദേശീയ നേതൃത്വത്തിന് അവഗണിക്കാൻ പറ്റൂ? ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ജനഹിതവും ഈ ഘടകകക്ഷികളുടെ അഭിപ്രായം, ഒപ്പം നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം, ഇതാണ് താങ്കൾ പറഞ്ഞ വല്ലാത്തൊരു കീറാമുട്ടിയാവുന്നത്. ഒരു വശത്ത് KC വേണുഗോപാലിന് വേണ്ടി നിയമസഭാ കക്ഷിയിലെ MLA-മാർ അണിനിരക്കുന്നു, മറുവശത്ത് ഘടകകക്ഷികൾ അദ്ദേഹത്തിനെതിരെ അണിനിരക്കുന്നു. അപ്പോ ശരിക്കും വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ്. മാത്രമല്ല, ഞാൻ പലവട്ടം പറഞ്ഞതുപോലെ ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ടുള്ള KC വേണുഗോപാൽ അതിന്റെ ഒരു സൗകര്യം ഉപയോഗിച്ച് ഇവിടെ MLA-മാരുടെ മേൽ പരോക്ഷമായൊരു സമ്മർദ്ദം അവർക്ക് മേലുണ്ട്. അദ്ദേഹത്തിന്റെ അധികാരവും ഹൈക്കമാൻഡിൽ ഏറ്റവും പ്രബലരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധവുമൊക്കെ അറിയാതെ തന്നെ ഇവിടുത്തെ MLA-മാർക്ക് ഒരു പരോക്ഷ സമ്മർദ്ദമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് കൂടി ആകാം അദ്ദേഹത്തിന് ഇത്രയേറെ പിന്തുണ. ശ്രീ മോഹൻ വർഗീസ്, ഈ വല്ലാത്ത സങ്കീർണമായ ഈ ആടിയുലയുന്ന സാഹചര്യത്തെ എങ്ങനെ മറികടക്കാൻ ഹൈക്കമാൻഡിന് കഴിയും? ആരുടെ പേരിലേക്ക് എത്തുമെന്നാണ് ലളിതമായൊരു ചോദ്യമാണ്. പക്ഷേ സങ്കീർണമാണ് കാര്യങ്ങളെന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ ഈ പറഞ്ഞ ഘടകങ്ങൾ അത് നമ്മൾ ചർച്ച ചെയ്തു. അതെന്തൊക്കെയാണെന്ന് ഏറ്റവും ഒടുവിൽ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അവിടെയാണ് പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ, നിയമസഭാ അംഗങ്ങളുടെ അവരുടെ ഇംഗിതം, ആ ഇംഗിതത്തെ ഒരു മണ്ഡലത്തിലെ ജനവികാരമായി കാണാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കില്ല എന്ന് തന്നെ പറയാം. കാരണം പല രീതിയിലാണ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം പോലും എങ്ങനെയാണ് രൂപപ്പെട്ടത്, ഈ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് അതിൽ കൂടുതൽ ആളുകളും ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയത്, ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഈ ചർച്ചയുടെയും ഈ സന്നിഗ്ധാവസ്ഥ സൃഷ്ടിക്കുന്നതിൽ ഭാഗവാക്കായി നിൽക്കുന്ന ആൾ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഏത് ചോയ്സിലേക്ക് ഹൈക്കമാൻഡിന് എത്താൻ കഴിയുമെന്നാണ് അങ്ങ് കണക്ക് കൂട്ടുന്നത്? മലയാളത്തിലൊരു സെയിങ് ഉണ്ട്, ഉടയൻ ഉടച്ചാൽ കുഴപ്പമില്ല. ഇവിടെ ഉടയൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൈക്കമാൻഡാണ്. കഷ്ടപ്പെട്ട് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, UDF-നെ നെഞ്ചിലേറ്റുന്ന ജനവിഭാഗത്തോടൊപ്പം തന്നെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെയും, ഇടതുപക്ഷത്ത് നിന്ന് പോലും ഒരു ചെറിയ വിഭാഗത്തിൻ്റെയും പിന്തുണയോടുകൂടിയാണ് UDF 102 സീറ്റോടുകൂടി അധികാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇവിടെ താനാണ് ഉടയൻ, ഹൈക്കമാൻഡാണ്, ഹൈക്കമാൻഡിൻ്റെ വിജയമാണിത്. ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധി തന്നെ കടന്നു വരികയാണ്. രംഗത്തില്ലാത്ത, നിയമസഭാ അംഗമല്ലാത്ത ഒരാൾ കടന്നു വരുന്നു. അതാണല്ലോ സാഹചര്യം ഇത്രയും സങ്കീർണമായി മാറിയതിൻ്റെ കാരണം. ഈ സങ്കീർണമായ സാഹചര്യത്തെ
ഒരു ലളിതയുക്തി കൊണ്ട് ഒരു ഉത്തരമായി കണ്ടെത്തി പറയാനാവില്ല എന്ന് പ്രജീഷിനും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സങ്കീർണ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കാതെ ലളിതമായി ഇത് പരിഹരിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, എന്നോട് ചോദിച്ചത് എന്താണ് മാർഗം, എന്തൊക്കെയാവാം മാർഗം എന്നാണ് എങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് പ്രോസസ്സാണ് എൻ്റെ മനസ്സിലുള്ളത്. അതായത് ഇപ്പോൾ നടത്തിയ പ്രോസസ്സ് ഒന്ന് നോക്കൂ. ആദ്യം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം, അതിനുശേഷം കൂടിയാലോചനകൾ അനൗപചാരികം, പിന്നീട് കേന്ദ്ര നിരീക്ഷകന്മാർ 2 പേര് വരുന്നു, മുകുൾ വാസ്നിക്കും അജയ് മാക്കനും വരുന്നു. അവർ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ 63 കോൺഗ്രസ് MLA-മാരോട് സംസാരിക്കുന്നു. അത് ചെയ്യേണ്ട ഘട്ടം ഇതല്ല, അത് ഏറ്റവും അവസാന ഘട്ടമാണ്. ആദ്യ ഘട്ടത്തിൽ വളരെ സ്വാഭാവികമാണല്ലോ, 3 പേര് താല്പര്യം അറിയിക്കുന്നു. ശ്രീ രമേശ് ചെന്നിത്തല സീനിയർ കോൺഗ്രസ് നേതാവ്, ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ്, മുന്നിൽ നിന്ന് നയിച്ചയാൾ, അതുപോലെ കെ.സി. വേണുഗോപാൽ കേന്ദ്രത്തിൻ്റെ ആള്. ഈ 3 പേരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഒരു ധാരണയിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ ഈ 4 പേര് ഇരുന്നതിന് ശേഷം ഇവർ തമ്മിൽ എന്താണ് ഒരു തരം പവർ ഷെയറിംഗ് ആണ്. ഇവിടെ ആവശ്യം എന്താണ്? ഉപമുഖ്യമന്ത്രി പദം വേണമോ? ആഭ്യന്തരമന്ത്രി സ്ഥാനമാർക്ക് മന്ത്രിസഭയിൽ ചേരാൻ വേണുഗോപാൽ പിന്മാറാൻ തയ്യാറാണോ? ഇതെല്ലാം പറയേണ്ടത് നമുക്കൊക്കെ പറയാം. പക്ഷെ അതിനു മുൻപേ ഈ യുക്തിബോധത്തോടെ ചിന്തിക്കേണ്ട ആൾ ഫ്ലെക്സ് ബോർഡുകളുമായി അതിന്റെ ചരട് വലികളൊക്കെ ആദ്യമേ തുടങ്ങിക്കഴിഞ്ഞുവല്ലോ. അല്ല, ഇതാണ് കളത്തിലിറങ്ങി കളിച്ചു തുടങ്ങിയല്ലോ. അല്ല, അവിടെയാണ്. പക്ഷെ അവിടെ ഇതിനകത്തൊരു സ്ട്രക്ചറൽ വയലൻസിന്റെ ഒരു ഘടനയുണ്ട്. ഈ ഘടന തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഈ കേന്ദ്രീകൃത ഘടനയ്ക്കുള്ളിൽ തന്നെ ഒരു സ്ട്രക്ചറൽ വയലൻസിന്റെ ഒരു എലമെന്റ് കടന്നു വരികയാണ്. നോക്കൂ, ഒരു കോൺഗ്രസ് സാമാജികന് ഈ 63 പേരിൽ ആർക്കെങ്കിലും സ്വതന്ത്രമായി അഭിപ്രായം പറയാവുന്ന സാഹചര്യമുണ്ടോ? ഉണ്ട് എന്ന് കോൺഗ്രസ്സുകാർ പറയും. പക്ഷേ പുറത്തു നിന്നുകൊണ്ട് നോക്കുന്നവരെ അതില്ല എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ്? കെ.സി. വേണുഗോപാലിനോട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഡി ഫാക്ടോ മുകുൾ വാസ്നിക്കും അതുപോലെ അജയ് മാക്കനും ദീപാദാസ് മുൻഷിയും അതുപോലെ തന്നെയാണ്. അതിശക്തനാണ് കെ.സി. വേണുഗോപാൽ. അപ്പോൾ കെ.സി. വേണുഗോപാൽ രംഗത്ത് വരുമ്പോൾ കോൺഗ്രസിന് വിവരമുള്ള ഏതെങ്കിലും യുക്തിബോധമുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് MLA കെ.സി. വേണുഗോപാലിന്റെ പേര് പറയാതെ മറ്റൊരാളുടെ പേര് ഈ നിരീക്ഷകരുടെ മുമ്പിൽ പറയുമോ? ഇതെന്തെങ്കിലും രഹസ്യമാണോ? ഈ അരമന രഹസ്യം. കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിയെ മാറ്റി നിർത്തണമെന്ന് ഒരു വിഭാഗം പറയുകയാണ്. സ്വാഭാവികമാണ്. കാരണം ഈ പവർ സെന്ററാണ് വിടുന്നത്. ഈ പവർ സെന്ററാണ് ഈ കേരളത്തിന്റെ ചുമതലയ്ക്ക് നിയോഗിച്ചത്. അത് മുകുൾ വാസ്നിക്ക് മാറിയതിനു ശേഷം ഇവിടേക്ക് വരുന്ന ദീപാദാസ് മുൻഷി ആരാണ് നിയോഗിച്ചത്? അത് KC ആണ്. സംഘടനാ ജനറൽ സെക്രട്ടറി നിയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആളുടെ സാന്നിധ്യത്തിൽ എത്രത്തോളം സ്വതന്ത്രമായ ഒരു അഭിപ്രായം ഒരു MLA-ക്ക് പറയാൻ കഴിയും അവിടെ? ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ച തിരക്കഥയനുസരിച്ചാണ് എല്ലാം മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇതിൽ നിന്നും നിരീക്ഷിച്ചെടുക്കാവുന്നത്. 5 വർഷം മുൻപ്, അതായത് ദീപാദാസ് മുൻഷി കേരളത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത് തന്നെ ഒരു ദൗത്യപൂർത്തീകരണത്തിനാണ് എന്ന ഒരു ചിന്ത VD സതീശൻ പക്ഷത്തിനുണ്ട്, അല്ലെ സതീശന് വ്യക്തിപരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് സതീശൻ വ്യക്തിപരമായി തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചത് ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ ഒരിക്കലും MLA-മാരെ കാണരുത്, തുറന്നു പറയാനുള്ള അന്തരീക്ഷം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അതിനെന്താ ധരിക്കേണ്ടത്? അതിനർത്ഥം കെ.സി. വേണുഗോപാൽ രഹസ്യമായി സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നു, ഫണ്ട് എത്തിക്കുന്നു. സ്വാഭാവികമാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്തൊന്നുമല്ലല്ലോ ഫണ്ട്. AICC-യിൽ നിന്നും സമാഹരിച്ചെടുക്കുന്ന ഫണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുകൂടി സമാഹരിച്ചെടുക്കുന്ന ഫണ്ട് കൃത്യമായി ആവശ്യാനുസരണം ഓരോ മണ്ഡലത്തിലും എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നു എന്നത് ഒരു ഓർഗനൈസേഷൻ മിടുക്ക് തന്നെയാണ്. ഒരു സ്ഥാനാർത്ഥിക്കും അങ്ങനെയെങ്കിൽ ശ്രീ മോഹൻ വർഗീസ്, കെ.സി. വേണുഗോപാൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തെ, അല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ വെല്ലുവിളിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തെ. കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിൽ എന്താണ്? ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണ്? MP-മാർ മത്സരിക്കേണ്ടതില്ല. ഈ മാനദണ്ഡം എന്ന് പറയുന്നത് ACC-യുടെ മാനദണ്ഡമാണ്. അത് എല്ലാ സ്റ്റേറ്റുകൾക്കും ബാധകമാകേണ്ടതാണ്. നാളെ ഒരു സമയത്ത് പലയിടങ്ങളിൽ നിന്ന് അപസ്വരങ്ങൾ ഉയരാം. അപ്പോൾ ഒരു പ്രത്യേക തനിക്ക് ബോധ്യമാകുന്ന രീതിയിലേക്ക് തൻ്റെ ഇംഗിതത്തിന് വേണ്ടി ഇതിനെയൊക്കെ മാറ്റി എഴുതാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ അതിനെയൊക്കെ തിരുത്തേണ്ട ആളുകളുണ്ടല്ലോ. അപ്പോൾ തിരുത്തൽ ശക്തി ഇല്ലാത്തൊരു ഹൈക്കമാൻഡായി ഇത് മാറുകയാണോ? അതുകൊണ്ടാണ് ഹൈക്കമാൻഡിന്റെ പ്രഭാവം ഇനി എന്ത്? സാധാരണ ജനങ്ങൾക്ക് മുമ്പിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അല്ല, അവിടെ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണം. LDF-നെതിരായ, പിണറായി വിജയനെതിരായ, CPM-നെതിരായ ഒരു ജനവിധിയാണ്. അതിൽ ഇടതുപക്ഷങ്ങളും പങ്കെടുത്തു, നിഷ്പക്ഷനും പങ്കെടുത്തു. കോൺഗ്രസ്സുകാരുടെ മാത്രം വിജയമായി ഇത് കാണുന്നതിലാണ് ഹൈക്കമാൻഡിന് വിശക് പറ്റിയത്. ഇത് ഹൈക്കമാൻഡിന്റെ വിജയമായി ഇന്റർപ്രറ്റ് ചെയ്യുന്നിടത്തും ഹൈക്കമാൻഡ് പറയുന്നത് കോൺഗ്രസ് MLA-മാർ അംഗീകരിക്കും, യാതൊരു സംശയവുമില്ല. അംഗീകരിക്കും എന്നതുകൊണ്ട് മാത്രം
ഒരു സ്ഥാനാർത്ഥിയെ മുകളിൽ നിന്ന് ഇറക്കുകയാണ്. ആ സ്ഥാനാർത്ഥിക്കെതിരെ പറയാനുള്ള ഒരു അന്തരീക്ഷമില്ലാതെ പോകുന്നു. അതുകൊണ്ട് മേൽത്തട്ടിലുള്ള കോൺഗ്രസ്സുകാരും MLA-മാരും ആദ്യം മുതൽ തന്നെ KC വേണുഗോപാലിൻ്റെ പേര് പറയാൻ വിധിക്കപ്പെട്ടവരാണ്. പക്ഷെ താഴെ തട്ടിൽ ഹൈക്കമാൻഡ് പരിഗണിക്കേണ്ട 3 കൺസിഡറേഷൻ പറഞ്ഞല്ലോ. ഈ 3-ൽ ജനവികാരം 1, 2 താഴെത്തട്ടിലുള്ള കോൺഗ്രസ്സുകാരുടെ വികാരം. അതേക്കുറിച്ച് ആരും പറയാത്തത് എന്തുകൊണ്ടാണ്? എല്ലാവരും MLA-മാരുടെ കാര്യം പറയുന്നു, പക്ഷെ താഴെത്തട്ടിലുള്ള കോൺഗ്രസ്സുകാരുടെ വികാരം പരിഗണിക്കണം. 3 അത് അവരാണ് വർക്കേഴ്സ്. പിന്നെ MLA-മാരുടെ വികാരം പരിഗണിക്കണം, കൂട്ടത്തിൽ ഘടകകക്ഷികളുടെ വികാരവും പരിഗണിക്കണം. അങ്ങനെ 4 ഡയമെൻഷനാണ്. 4 ഡയമെൻഷനിലാകണം, 3 ഡയമെൻഷനല്ല. ഇതിലെ 3 ഡയമെൻഷനിലും സ്വാഭാവിക ഒരു ചോയ്സ് ഉണ്ട്. അത് VD സതീശൻ തന്നെയാണ്, ജനകീയ മുന്നേറ്റത്തിന് നെടുനായകത്വം വഹിച്ച നായകൻ എന്ന നിലയിൽ. അതുകൊണ്ടാണ് അധ്വാനിച്ചവന് അത്താഴമുണ്ണാം. അങ്ങനെ അത്താഴം അധ്വാനിച്ചവനെ നിഷേധിക്കപ്പെട്ടാൽ സ്വാഭാവിക പ്രതികരണമാണ് ജനം തെരുവിലിറങ്ങുന്നതെല്ലാം കോൺഗ്രസ്സുകാരൊന്നുമല്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. അത് അവർ ജൈവികമായി വരുന്നൊരു പ്രതികരണമാണ്. പക്ഷേ ആ പ്രതികരണം കൊണ്ട് മാത്രം ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ ഹൈക്കമാൻഡ് ചിന്തിക്കുന്നത് എന്താണ്? നാളെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരും, ലാൻഡിംഗ് പ്രോബ്ലം ഉണ്ടാകും. പക്ഷേ ഒരിക്കൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞാൽ KCയുടെ സ്വതസിദ്ധമായ വൈഭവം കൊണ്ട് ആളുകളെ കൂടെ നിർത്താൻ കഴിയും. 6 മാസം കൊണ്ട് എല്ലാം മറക്കും. 6 മാസം കഴിയുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇരിക്കൂറിലോ മത്സരിച്ച് വിജയിക്കാം. അതുപോലെ ആലപ്പുഴ മണ്ഡലം ജയിച്ചെടുക്കാൻ സാധിക്കും ലോക്സഭയിൽ. ഇതൊക്കെ ഹൈക്കമാൻഡിൻ്റെ യുക്തിയാണ്. ഒരുപക്ഷെ സംഭവിച്ചു കൂടായികയൊന്നുമില്ല, പക്ഷേ ലാൻഡിംഗ് പ്രോബ്ലം വലുതായി ഉണ്ടാവും. അതിന് സംവിധായകരെ വെറുപ്പിച്ചുകൊണ്ട്, സംവിധായകർ നൽകിയ മാൻഡേറ്റിനെ പരിഹസിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4-ൽ 3 പാരാമീറ്റർ 1 MLA-മാരുടെ കാര്യം ഒഴിച്ച് പിന്നെ സാധാരണ കോൺഗ്രസ് അംഗങ്ങൾ, അതുപോലെ പിന്നെ സാധാരണ ജനങ്ങൾ, വോട്ട് ചെയ്ത ജനങ്ങൾ, അതുപോലെ ഘടകകക്ഷികൾ, ഈ 3 പാരാമീറ്റേഴ്സിനെയും അവഗണിച്ചുകൊണ്ട് MLA-മാരുടെ ഒരു പിന്തുണ എന്ന സാങ്കേതികത്വത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ പാളിപ്പോൾ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഒരുപക്ഷെ ഒരു ഫോർമുല വരുമ്പോൾ KC പിന്മാറുന്നു, പക്ഷേ KCയുടെ നോമിനിയായി ഒരാൾ വരുന്നു. അങ്ങനെയെങ്കിൽ ചെന്നിത്തലയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ല എങ്കിൽ ആരെയും പിണക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ ടേം സീനിയറായ ചെന്നിത്തലയ്ക്കും രണ്ടാമത്തെ ടേം 2.5 വർഷം വീതം 2ാം ടേം പ്രതിപക്ഷ നേതാവ് VD സതീശനും കൊടുത്തുകൊണ്ട് VD സതീശന്റെ നേതൃത്വത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പോവുക എന്ന ഫോർമുലയാവും ഒരുപക്ഷെ ഏറ്റവും നല്ല കൺസെൻസസ് ഫോർമുല. ശ്രീ മോഹൻ വർഗീസ്, ഒരു ഇടവേള എടുത്ത ശേഷം അതിവേഗം തിരികെ ചർച്ചയിലേക്ക് തിരികെ. ശ്രീകുമാർ, നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ടല്ലോ 2-ൽ 1 തീരുമാനം എന്ന് ഉടനെ ഉണ്ടാകും. പക്ഷേ ഇതിപ്പം 3-ൽ 1 തീരുമാനമാണ്. അതിനുവേണ്ടി ഇങ്ങനെ തലപുകഞ്ഞ് ആലോചിക്കുന്ന ഹൈക്കമാൻഡ്, ആ ഹൈക്കമാൻഡിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ദയനീയ അവസ്ഥ എന്നത് പവർ സെൻ്ററാണ്. ആ പവർ സെൻ്റർ കൂടി ഈ ഗെയിമിൻ്റെ ഈ പോരിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ എടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ തീരുമാനം സംബന്ധിച്ച് അത് അങ്ങേയറ്റത്തെ ഒരു പണിയാണ്. നല്ല ഭാരമേറിയ ശ്രമകരമായ ഒരു ദൗത്യമാണ്. അവിടെ ഈ പറയുന്ന ഒരു അമിക്കബിൾ സൊല്യൂഷൻ അങ്ങ് കാണുന്നത് എന്താണ്? 3-ൽ 1 പോയി അല്ലെ 2-ൽ 1 കേന്ദ്രീകരിക്കപ്പെടുകയാണെങ്കിൽ അത് RCVD, അങ്ങനെയാണെങ്കിലൊക്കെ സാധ്യമായ സൊല്യൂഷൻ നേരത്തെ ശ്രീ മോഹൻ വർഗീസ് ഓർമ്മിപ്പിച്ചതുപോലെ ടേം വ്യവസ്ഥയൊക്കെ മുൻപിലുണ്ട്. അവിടെ സീനിയോറിറ്റി പറഞ്ഞ് ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ അല്പം പിന്നിലേക്ക് രമേശ് പോയിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. ആ രീതിയിൽ ടൈറ്റ് മത്സരം നടക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാക്കാൻ കഴിയുന്ന ആ അമിക്കബിൾ സൊല്യൂഷൻ അതെന്താണെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ഹിതകരമായ നോക്കൂ ശ്രീ പ്രജീഷ്, കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തില് ഇങ്ങനെ ടേം വ്യവസ്ഥ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാവുന്ന ഒരു കീഴടക്കമില്ല. അതുകൊണ്ട് ഇത്തവണയും അത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെ മുഖ്യമന്ത്രിമാർ മാറി വന്നിട്ടുള്ളത് അറിയാമല്ലോ, ഘടകകക്ഷികളുടെ സമ്മർദ്ദവും സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങളും കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശ്രീമതി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു ഇന്നലെ. അത് ഒന്നുകിൽ അറിയാൻ വയ്യാത്ത ഏതെങ്കിലും ഒരു സോഴ്സ് ഏതെങ്കിലും പത്രങ്ങളെയോ ചാനലുകളൊക്കെ വിളിച്ച് പറഞ്ഞതായിരിക്കാം. കാരണം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഒരു സ്വന്തം സംസ്ഥാനമായതുകൊണ്ട് ഇവിടുത്തെ AICC നിരീക്ഷകയായ ജനറൽ സെക്രട്ടറി പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് VD സതീശൻ പക്ഷം മുന്നോട്ട് വെച്ചെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ഇരുന്നുകൊണ്ട് മാത്രമേ നിരീക്ഷകർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത് തികച്ചും തെറ്റായ ഒരു വാർത്തയായിരുന്നു. അത് ആരും പറഞ്ഞിട്ടുമില്ല, പറയാൻ പറ്റില്ലത്. കോൺഗ്രസിന്റെ സംഘടനാ രീതി അതാണ്. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാല് ഈ പുറത്തു വരുന്ന വാർത്തകളൊക്കെ ശരിയാണെന്ന് വെച്ചാൽ ഇന്നിപ്പോ പത്രങ്ങളിൽ വന്ന വാർത്ത എന്താ? സണ്ണി ജോസഫ് ആരുടെയും പേര് നിർദ്ദേശിച്ചില്ല. 8 പേരടക്കം, സണ്ണി ജോസഫ് അടക്കം കുറച്ചു പേര് ആരുടെയും പേര് നിർദ്ദേശിച്ചില്ല. അതുപോലെ സന്ദീപ് വാര്യരുടെ നമ്മുടെ ചാണ്ടി ഉമ്മൻ തുടങ്ങിയവരൊക്കെ ഹൈക്കമാൻഡ് നിലപാടുകൾ മാത്രം
ഏത് നിലപാടും സ്വീകരിക്കും എന്നൊക്കെയാണ് പത്രവാർത്ത വന്നത്. അപ്പൊ ഇതൊക്കെ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ ഇന്ന് നമ്മൾ ചിത്രം കണ്ടു. ഈ ചിത്രം കൃത്യമായിട്ട് അതില് ചിലരുടെയൊക്കെ കാര്യങ്ങൾ കാണുന്നുമുണ്ട്. ആ ചിത്രം എങ്ങനെയാണ് പുറത്തു വന്നത്, ചിത്രം എന്തിനാണ് പുറത്തു വന്നതെന്നൊക്കെ വേറെ രസകരമായ സംഭവങ്ങളുണ്ടാകും. എനിക്കിവിടെ നമ്മൾ ഈ കേൾക്കുന്നതും കാണുന്നതും ഒന്നും അല്ല സത്യത്തില് നടക്കുന്നത്. ഇവിടെ KC വേണുഗോപാലിന്റെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയുടെ ഒരു പവർ പോയിന്റ് നിങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ അദ്ദേഹം കേരളത്തിന്റെ MP ആണ്. അതെ, സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ വിഷയം തീരുമാനിക്കുമ്പോൾ അദ്ദേഹമല്ല, ഇവിടെ അദ്ദേഹത്തിനല്ല പവർ പോയിന്റ്. ഇവിടെ പവർ പോയിന്റ് ദീപാദാസ് മുൻഷിയാണ്. അപ്പൊ അതുകൊണ്ട് ദീപാദാസ് മുൻഷിയുടെ ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ അയച്ച 2 പേരാണ് ഇവിടെ പവർ പോയിന്റ്. ആ 2 പേര് അജയ് മാക്കനും മുകുൾ വാസനിക്കുമാണ്. ഇനി ഇവരൊക്കെ ഈ റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ സോണിയാഗാന്ധി ഒരു പ്രധാന ഘടകമായിട്ട് മാറുന്നൊരു അവസ്ഥ വരികയാണ്, സംശയമുണ്ട് ആ കാര്യത്തില്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളത്തില് നമ്മൾ വിചാരിക്കുന്നിടത്തൊക്കെ തന്നെ കാര്യങ്ങൾ എത്തും. പക്ഷെ അത് വളരെ സുന്ദരമായ രീതിയിൽ, അതായത് ശ്രമിച്ചുകൊണ്ട് വളരെ സവിശേഷ സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കില്ല. ഒരു 2 തിരഞ്ഞെടുപ്പ് എന്തായാലും അടിച്ചേൽപ്പിക്കില്ല. അതാണോ അങ്ങ് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുമെന്ന്? അല്ല, അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ കോൺഗ്രസിന്റെ സംഘടനാ രീതി വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു MLA ആയിരിക്കും മുഖ്യമന്ത്രി. ഇനിയിപ്പോ അതല്ല വേറെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കാണാത്ത ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് ഇതില്. അപ്പൊ ആ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ നടക്കില്ല, പുറമേ ഒരാൾ വന്നേ തീരൂ എന്ന് തോന്നുകയാണെങ്കിലല്ലേ പുറമേ ഒരാളെ വെക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയില് അത്ര ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല. മാത്രമല്ല, നമ്മൾ ഈ 3 പേരും ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞിട്ടില്ല. സതീശന് അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. രമേശ് മുൻകാലത്തിലെ ചെയ്തികൾ കൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെ KC വേണുഗോപാലാണെങ്കിൽ ഞാൻ ഈ ഒരു റേസിൽ ഞാനൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഊഹിക്കുന്നത് തെറ്റെന്നുള്ള കാര്യമല്ല. പക്ഷെ ഇതൊന്നും അവര് പറയാത്രത്തോളം കാലം ഇതൊക്കെ നമുക്ക് പൂർണ്ണമായും വിശ്വാസത്തെടുക്കാൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയുടെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞു. ആ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുക വെച്ചാൽ അത് നിയമസഭാ കക്ഷിയിലുള്ള ഒരാളായിരിക്കണം. നിയമസഭാ കക്ഷിക്ക് പുറത്തുനിന്നുള്ള ആൾ വരണം എന്നുണ്ടെങ്കിൽ സംഘടനാപരമായ പ്രശ്നങ്ങൾ വരണം. സംഘടനാപരമായ പ്രശ്നങ്ങൾ വന്നോ ഇല്ലേ എന്നുള്ളത് അറിയണമെങ്കിൽ 2 ദിവസം കാത്തിരിക്കണം. തീർച്ചയായും. അവസാനമായി ശ്രീ ജോർജ് പടിപ്പാറ, നോക്കൂ, മുൻപൊക്കെ ഇപ്പോൾ കരുണാകരൻ ആന്റണി ഉമ്മൻചാണ്ടി ചെന്നിത്തല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗ്രൂപ്പ് പോരിന്റെ കാലഘട്ടം വരുമ്പോൾ അന്ന് ഹൈക്കമാൻഡിലേക്ക്, ഡൽഹിയിലേക്കാണ് ചർച്ചകളൊക്കെ തന്നെ കേന്ദ്രീകരിക്കുകയും ഏറ്റവും ഒടുവിൽ അവിടെയാണല്ലോ. അവിടെ ദിവസങ്ങളോളം ആ ചർച്ചകൾ നീണ്ടു നിൽക്കും. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഹൈക്കമാൻഡ് എന്ന ഈ സംവിധാനം, ഈ നിരീക്ഷകരുൾപ്പെടെ അവർ അനുഭവിക്കുന്ന വെല്ലുവിളി അതെത്രത്തോളം വ്യാപ്തിയുള്ളതാണ്? അങ്ങനെയെങ്കിൽ പറയുന്ന ഒരു വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുമോ ഈ നേതൃത്വത്തിന്? നമ്മൾ ഈ പറയുന്നത് പോലെ 1-2 ദിവസത്തിനുള്ള തീരുമാനമൊക്കെ ഉണ്ടായിരിക്കും. അതെങ്ങോട്ടാണ് അതിൻ്റെ കാറ്റ് വീശുന്നത് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? പഴയ സാഹചര്യവും ഇന്നത്തെ ഈ ഘട്ടങ്ങളും തമ്മിലൊന്ന് താരതമ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ പഴയ സാഹചര്യം തീർച്ചയായിട്ടും ഇല്ലല്ലോ. ഇപ്പൊ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രഖ്യാപിത ഗ്രൂപ്പുകളൊന്നും ഇല്ലല്ലോ. A ഗ്രൂപ്പ് ഇല്ല, I ഗ്രൂപ്പ് ഇല്ല. ഗ്രൂപ്പ് കോട്ടയിലല്ല MLA മത്സരിച്ചത്, ഗ്രൂപ്പ് നേതാക്കളല്ല കാര്യങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മളിപ്പോ കണ്ടിടത്തോളം വെച്ചുള്ള കാഴ്ച വെച്ച് കാണുമ്പോൾ ഇപ്പൊ ഈ 3 പേരും പഴയ ഗ്രൂപ്പ് പശ്ചാത്തലം എടുത്തിട്ട് 3 പേരും ഒരേ ഗ്രൂപ്പുകാരല്ലേ. രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും KC വേണുഗോപാലായാലും 3 പേരും ഒരേ ഗ്രൂപ്പുകാരാണ്. ഒരു കാലത്ത് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും VD സതീശനും ഒക്കെ രമേശ് ചെന്നിത്തലയെ അംഗീകരിച്ച് നടന്നിരുന്ന ആളുകളുമാണ്. പക്ഷെ കാലം ഇപ്പോ ഇത് ചെയ്താൽ അതിന് മുകളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അപ്പുറത്തേക്ക് ഇവരൊക്കെ, പ്രത്യേകിച്ച് KC വേണുഗോപാലൊക്കെ അപ്പുറത്തേക്ക് ഒത്തിരിയേറെ വളർന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ പഴയ ഇതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അന്ന് അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഏത് ഗ്രൂപ്പിനാണ് കൂടുതൽ ലീഡ് അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ ഭൂരിപക്ഷം നോക്കി അത് മിക്കവാറും 2 പേരിലേക്കാണ് അന്ന് ഒതുങ്ങിയിരുന്നത്. ഒന്നെങ്കിൽ A ഗ്രൂപ്പിന്റെ ഒരു നേതാവ് അല്ലെങ്കിൽ I ഗ്രൂപ്പിന്റെ ഒരു നേതാവ്. കരുണാകരൻ അല്ലെങ്കിൽ ആന്റണി, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, അങ്ങനെയൊക്കെയുള്ള ഒരു ഇക്വേഷൻ ആയിരുന്നു അന്നെങ്കിൽ തീരുമാനം എടുക്കാൻ എളുപ്പമാണ്. ആരുടെ കൂട്ടത്തിലാണ് കൂടുതൽ MLA അല്ലെങ്കിൽ ഈ തവണ നാച്ചുറലായിട്ട് ഏത് ഗ്രൂപ്പിനാണ് അവകാശം വരുന്നത്, വോട്ടൊക്കെ ആണല്ലോ വരുന്നത്. അങ്ങനെയെങ്കിൽ ആരെയെന്ന് തീരുമാനിച്ചാൽ മതിയായിരുന്നു. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട 2 MLA അത് വളരെ ശക്തരായ 2 MLA. ഒരാള് സീനിയോറിറ്റിയിൽ വളരെ മുമ്പ്, മറ്റൊരാൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ക്രെഡിറ്റ് പടനായകനായിട്ട്, കപ്പിത്താനായിട്ട് ഈ UDF കപ്പലിനെ വിജയ തീരത്തേക്ക് അടുപ്പിച്ച കപ്പിത്താൻ.
അപ്പൊ അങ്ങേരുടെ ക്ലെയിം വളരെ വലുതാണ്. ഇപ്പുറത്താണെങ്കിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ ഒരു മുഖ്യമന്ത്രി പദം ഇത്തവണ സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ തനിക്ക് വേണം. പ്രചരണ സമിതിയുടെ ചെയർമാനായിരുന്ന രണ്ടുപേര്, അവർ രണ്ടുപേരും ഒരേ ഫൂട്ടിങ്ങിൽ നിൽക്കുകയാണ്. രണ്ടുപേരും വലിയ ഭൂരിപക്ഷത്തിൽ നല്ല മാർജിനിൽ തുടർച്ചയായ വിജയം കൈവരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് നടുവിലേക്കാണ് സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. ഇവിടെയാണ് ഈ പ്രശ്നം സങ്കീർണമാക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഇത് സങ്കീർണമാക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യമാണ്. അദ്ദേഹം സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി ഉയർന്ന വിധാനത്തിൽ, ഇപ്പൊ ഒരു വോളിബോൾ കോർട്ടിലെ അവസ്ഥ ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ, അദ്ദേഹം കുറച്ചുകൂടി ഉയർന്ന നിലപ്പിൽ നിന്ന് സ്മാഷ് ചെയ്യുന്നത്. ഇവര് രണ്ടുപേരും ഈ സ്മാഷ് സ്വീകരിക്കുന്നത് താഴെ നിരപ്പിൽ നിന്നിട്ട്. ഏതായാലും ഉയർന്ന കോർട്ടിൽ നിൽക്കുന്ന ഒരാൾ താഴത്തേക്ക് സ്മാഷ് ചെയ്താൽ താഴ്ന്ന കോർട്ടിൽ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് അയാളുടെ തലയ്ക്ക് അടി ഏൽക്കും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈവൻ ഗ്രൗണ്ടിലല്ല ഈ മത്സരം നടക്കുന്നത്. അദ്ദേഹത്തിന് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. അദ്ദേഹം കുറെ കൂടി അദ്ദേഹത്തിന്റെ പ്രതലം കുറെ കൂടി വളരെ, ഇപ്പൊ കാർഗിൽ യുദ്ധത്തിൽ കുന്നിന്റെ മുകളിൽ നിന്ന് പാകിസ്ഥാൻ വെടിവെച്ച പോലെ ഈ അവസ്ഥ. ഇന്ത്യൻ പട്ടാളക്കാർ സമതലത്തിൽ എന്ത് ചെയ്യും? ഇതുപോലെയാണ് ഈ സംഭവം നിൽക്കുന്നത്. അവിടെ ഒരു അഡ്വാൻറ്റേജ്, ഒരു ഈക്വൽ ഫൂട്ടിങ്ങിൽ അല്ല ഈ മത്സരം നടക്കുന്നത്, ഈവൻ ഗ്രൗണ്ടിലും അല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ശ്രീകുമാർ പറഞ്ഞ ചില കാര്യങ്ങളോടൊക്കെ യോജിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊന്നും ആരും പറയാത്ത കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇപ്പൊ ഇന്നലെയൊക്കെ ആയിട്ട് പുറത്തു വന്നൊരു വാർത്തയുണ്ട്. അതായത് വി.ഡി. സതീശൻ ഒരു പദവി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു പദവിയും ഏറ്റെടുക്കില്ല. ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം ഇവിടെ വെച്ച് നിരീക്ഷകരോടോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോടോ ഇത് പറയുന്നത് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. കാരണം അത് പറയേണ്ട ഒരു സ്ഥലമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം പറയേണ്ടത് തീർച്ചയായിട്ടും ഏറ്റവും ഇപ്പൊ ഡൽഹിക്ക് പോയിട്ട് അവിടെ വേണമെങ്കിൽ പറയാം രാഹുൽ ഗാന്ധിയോടോ, അതല്ലാന്നുണ്ടെങ്കിൽ മല്ലികാർജുൻ ഖാർഗെയോടോ, അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രിയങ്ക, ഇവരെല്ലാരും ചേർന്ന് ഒരു ഫോറത്തിലോ അദ്ദേഹത്തിന് പറയാം, ഞാൻ എനിക്ക് മുഖ്യമന്ത്രി പദമാണ് നാച്ചുറൽ ആയിട്ട് എനിക്ക് കിട്ടേണ്ടതാണ്. അതില്ലെങ്കിൽ ഞാൻ ആരുടെയും ക്ലെയിം തട്ടിയെടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് പക്ഷെ ഞാൻ ആരുടെയും കൂടെ വേറൊരു പദവി ഞാൻ ഏറ്റെടുക്കുന്നില്ല, ഞാൻ മാറി നിന്നോളാം. ആരാണെന്ന് വെച്ചാൽ ഹൈക്കമാൻഡിന്റെ തീരുമാനിച്ചനുസരിച്ച് മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്നായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ തീരുമാനമെടുക്കുക. പക്ഷെ അത് ഇന്നലെ മിഞ്ഞാന്നും കേട്ട് പല മാധ്യമങ്ങളിലും വന്നു അദ്ദേഹം ഒരു പദവിയും ഏറ്റെടുക്കില്ല. അത് ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാം. പക്ഷെ അതൊരു ഊഹം മാത്രമാണ്. അദ്ദേഹം ഈ ഘട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ടാവില്ല, എവിടെയും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടുമില്ല, കണ്ടുമില്ല. അപ്പൊ പല സ്പെക്കുലേഷൻസും നടക്കുന്നുണ്ട്. ഏതായാലും ശ്രീകുമാറും അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും പറഞ്ഞതുപോലെ, ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ആത്യന്തികമായിട്ട് പാർട്ടിക്ക് പരിഗണിക്കേണ്ടി വരിക കേരളത്തിലെ ജനവികാരമാണ്. ആ ജനവികാരം എന്നുള്ളത് MLA-മാരുടെ മനോവികാരം കൊണ്ട് മാത്രമല്ല, കേരളത്തിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു വിജയം കിട്ടിയത് എന്നുള്ളത് സംബന്ധിച്ച് ഈ പറഞ്ഞ റിപ്പോർട്ട് കൃത്യമായിട്ട് അവിടെ ചെല്ലുന്നുണ്ടാകും. ആ അത്തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി ഇട്ട ഫേസ്ബുക്കിന് കീഴെ തന്നെ 1.5 ലക്ഷത്തോളം പേര് കമന്റ് ചെയ്തതിൽ അതിൽ 95% പേരെങ്കിലും അതിൽ പറയുന്ന പേര് കാണുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധിക്ക് പറയാമല്ലോ, ഇത്രയും ആളുകളെ ഏതായാലും വാടകയ്ക്കെടുത്ത് കാശ് കൊടുത്തിട്ട് എഴുതിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. പ്രകടനങ്ങളും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ആ വികാരം പൂർണ്ണമായിട്ട് അവഗണിച്ചാൽ പാർട്ടിയുടെ ഈ തവണ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആകാൻ പറ്റിയേക്കാം. അദ്ദേഹം ജയിക്കോ തോൽക്കോ എന്തെങ്കിലും ആവട്ടെ, പാർട്ടിയുടെ തീരുമാനം നടപ്പാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, നടപ്പാകും. പക്ഷെ ഇനി അങ്ങോട്ട് പാർട്ടിക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരില്ല ചിലപ്പോ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ കിട്ടിയ ഈ സുവർണാവസരം നഷ്ടപ്പെടുത്തിയാൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് കേരളവും എഴുതി തള്ളേണ്ടി വരും. തീർച്ചയായും. ശ്രീ മോഹൻ വർഗീസ്, അങ്ങനെ ലളിതമായി ഈ പ്രശ്നം പരിഹരിക്കാൻ ആര് വിചാരിച്ചാൽ കെ.സി. വേണുഗോപാൽ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് അദ്ദേഹം മുതിരുമോ? അങ്ങനെ മുതിർന്ന അദ്ദേഹം മാറി നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 ചോയ്സ്, അത് VD-RC, അവിടെ സീനിയോറിറ്റി പറഞ്ഞ് RC വളരെ വൈകാരികമായ ഒരു തലം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പം 2011 കാര്യം ഉമ്മൻചാണ്ടിയുടെ പേരടക്കം പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി മാറി നിന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ VD എന്താണ്? VDക്ക് ഘടകകക്ഷിയുടെ പിന്തുണയുണ്ട്. ഈ 2 കാര്യങ്ങൾ ചുരുക്കി. അത് പിന്നെ ശ്രീ ബ്രജേഷ്, ഈ ഘട്ടം വരെ കൊണ്ടുവന്ന് വിവാദം എത്തിച്ചതിൻ്റെ പിന്നിലെ ഏക ശക്തി കെ.സി. വേണുഗോപാലാണ്. കെ.സി. വേണുഗോപാൽ താല്പര്യങ്ങളാണ്. ആദ്യഘട്ടത്തിൽ തന്നെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പറയാമായിരുന്നല്ലോ താൻ ഈ റേസിലില്ല. വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പറയാമായിരുന്നു തന്നെ പരിഗണിക്കേണ്ടതില്ല, താൻ സ്ഥാനാർത്ഥിയല്ല, MLA-മാരിൽ നിന്നും ഉചിതനായ ഒരാളെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പകുതിയല്ല 3/4 വിഷയവും പോകുമായിരുന്നു. പിന്നീടുള്ളത് രമേശ് ചെന്നിത്തലയാണോ VD സതീശനാണോ, ടേം വ്യവസ്ഥയോ മറ്റെന്തെങ്കിലും കാര്യം? ടേം വ്യവസ്ഥ ഇതുവരെ പാലിച്ചിട്ടില്ല എന്നതുകൊണ്ട് പുതിയൊരു കീഴ്വഴക്കം തുടങ്ങിക്കൂടായിക എന്നൊന്നുമില്ല. പക്ഷേ സംഘടനയുടെ ശക്തനായ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ.സി. വേണുഗോപാൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ആ ധാരാളിത്തമൊന്നുമില്ല കോൺഗ്രസിന്. കേവലം 4 സംസ്ഥാനങ്ങളിൽ മാത്രമാണ്, കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഭരണം. അവിടെ ഈ ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു കോൺഗ്രസിൻ്റെ സമുന്നത നേതാവാണ്. കേരളം പോലെ ചെറിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം എന്നതാണ് മനസ്സിൽ കൂടെ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് കോൺഗ്രസ്സുകാർ എന്ത് ചിന്തിക്കും? അതുകൊണ്ടാണ് കേരളത്തിൽ ഉയരുന്ന ആ ഒരു ചിന്ത
അതെന്തുകൊണ്ട് മിസ്റ്റർ കെ സി വേണുഗോപാൽ കാണുന്നില്ല? ഒരുപക്ഷെ MLA-മാരുടെ മാത്രം ബലം കൊണ്ട്, ഹൈക്കമാൻഡിലെ സ്വാധീനം കൊണ്ട്. ജോർജ് പടിപ്പാറ സാർ പറഞ്ഞ പൂർണ്ണമായും ശരിയാണ്. ഉയർന്ന പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് കെ സി വേണുഗോപാലിന്റെ സ്മാഷ്. യാതൊരു ഡിഫൻസും ഇല്ല അതിനെതിരെ. അവിടെയാണ് ഹൈക്കമാൻഡ് യഥാർത്ഥ കെ സി വേണുഗോപാലിനെ ഒഴിവാക്കിയുള്ള ഹൈക്കമാൻഡ് നിഷ്പക്ഷമായി തീരുമാനമെടുക്കണം. ജനം എന്താണ് ആഗ്രഹിച്ചത്, മാൻഡേറ്റിനെ എങ്ങനെയാണ് കാണേണ്ടത്, ഘടകകക്ഷികൾ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാവർക്കും കൂടെ സ്വീകാര്യമാകുന്ന ഒരു തീരുമാനം. MLA-മാരിൽ നിന്നും ഒരാൾ വരട്ടെ, അതിൽ സീനിയോറിറ്റി ഉള്ള ആൾ ആദ്യമാകട്ടെ, രണ്ടാമത്തെ ആൾ രണ്ടാമതെയാകട്ടെ. എന്നിട്ട് വി ഡി സതീശൻ്റെ കീഴെ അടുത്ത തെരഞ്ഞെടുപ്പ് ഉഗ്രമായി UDF-ന് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നയിക്കട്ടെ. ഇങ്ങനെയൊക്കെയാണ് സംഘടനയെ കെട്ടിപ്പടുക്കുന്നത്. സംഘടനാപരമായ ശക്തി ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം. ആ ശക്തി കളഞ്ഞു കുളിക്കാൻ ശ്രീ കെ സി വേണുഗോപാൽ മാത്രം വിചാരിച്ചാൽ കഴിയും. അപ്പോൾ കെ സി വേണുഗോപാൽ ഒന്നും സൃഷ്ടിച്ചില്ലെങ്കിൽ പോലും നഷ്ടപ്പെടുത്താതിരുന്നാൽ നല്ലത്. അതുകൊണ്ടാണ് ഗ്രൂപ്പ് എത്ര കഷ്ടപ്പെട്ടാണ് കോൺഗ്രസിൽ നിന്നും ഗ്രൂപ്പ് കാലഘട്ടം മാറ്റിവെച്ചത്. ഇനി വീണ്ടും ഇപ്പോൾ കെ സി മുഖ്യമന്ത്രിയാവുകയും മറ്റു രണ്ടുപേരും മാറി നിൽക്കേണ്ടി വരികയും ചെയ്താൽ വീണ്ടും ഇവർക്കൊക്കെ ചുറ്റും ഗ്രൂപ്പുകൾ ഉണ്ടാകാം. ഗ്രൂപ്പ് കളിച്ച് മാത്രമേ മുഖ്യമന്ത്രിയാകാൻ പറ്റൂ എന്ന് വന്നാൽ കോൺഗ്രസ്സുകാർ വീണ്ടും ആ ഗ്രൂപ്പ് കളിയുടെ അഭിശപ്തമായ നാളുകളിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാധ്യതയാണ്. സ്ഥാനങ്ങളൊന്നും വേണ്ട പോലെ കിട്ടാതെ വരുന്നവരൊക്കെ ഈ സതീശൻ്റെയും ചെന്നിത്തലയുടെയും ഒക്കെ പിന്നിൽ കൂടില്ലേ? അവരൊക്കെ പുതിയ ഗ്രൂപ്പുകളാവില്ലേ? പഴയ സമവാക്യങ്ങൾ മാറി കോൺഗ്രസിനുള്ളിൽ പുതിയ സമവാക്യങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ സ്വാഭാവിക ചോയ്സ് ഉണ്ട്. അത് ശ്രീ സതീശനാണ്. അല്ല എങ്കിൽ സീനിയോറിറ്റി ആണെങ്കിൽ അത് മിസ്റ്റർ ചെന്നിത്തലയാണ്. ഈ രണ്ടുപേരെ പരിഗണിച്ചാലും കുഴപ്പമില്ല ടേം വ്യവസ്ഥയിൽ. അങ്ങനെ ഒരു തീരുമാനമെടുക്കാതെ മുകളിൽ നിന്നും ശ്രീ കെ സി വേണുഗോപാൽ ശക്തനാണ്, സമ്മതിച്ചു, കഴിവുള്ളയാളാണ്, സമ്മതിച്ചു, അർഹതയുണ്ട്, സമ്മതിച്ചു. പക്ഷേ അദ്ദേഹം സ്ഥാനാർത്ഥിയല്ലല്ലോ. എന്താണ് അയോഗ്യത എന്ന് ചോദിച്ചാൽ മിസ്റ്റർ കെ സി എന്ത് മറുപടി പറയും? ഹൈക്കമാൻഡ് എന്താണ് മറുപടി പറയുക? ഈ രണ്ടുപേർക്കും, വിജയിച്ചു വന്ന രണ്ടുപേർക്കും, സതീശനും ചെന്നിത്തലയ്ക്കും അയോഗ്യതയുണ്ട് എന്ന് പറയുന്നതിന് തുല്യമാവും ഇവരെ മാറ്റി നിർത്തിയാൽ എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും യുക്തിഭദ്രമായ നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എപ്പോൾ എത്തും, അതിനധിക സമയം എടുക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. വളരെയധികം നന്ദി ശ്രീ ജോർജ് പടിപ്പാറ, ശ്രീ N. ശ്രീകുമാർ, ശ്രീ മോഹൻ വർഗീസ് പ്രധാനപ്പെട്ട പോയിന്റുകൾ പങ്കുവച്ചതിന്. ഏറ്റവും ഒടുവിൽ വരുന്ന അപ്ഡേറ്റ്, ഇന്ന് ഡൽഹിക്ക് പോവുകയാണ് വി ഡി സതീശനും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും. കെ സി വേണുഗോപാൽ ഉൾപ്പെടെ AP അനിൽകുമാറും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ട്. അപ്പോൾ ഡൽഹിയിലേക്ക് കളം മാറുകയാണ്. കാര്യങ്ങളൊക്കെ ഇനി അവിടെ തീരുമാനിക്കും. ഇതിന്റെ ഭാഗവാക്കായി നിൽക്കുന്ന ഈ റേസിലെ, ഈ പോരിന്റെ ഭാഗവാക്കായി നിൽക്കുന്ന 3 പേരും ഡൽഹിയിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്.